ആ മതങ്ങളിലുള്ള വിശ്വാസക്രമവും ആചാരക്രമവും എല്ലാം അത് അതുപോലെ തന്നെ പാലിക്കപ്പെടേണ്ടതാണ്. അത് അവിടുത്തെ വിശ്വാസമാണ്, അവിടുത്തെ ആചാരക്രമമാണ്. അത് നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ലംഘിക്കുന്നത്? ഞങ്ങൾ സമരം ചെയ്ത ആളുകളല്ലേ, UDF സമരം ചെയ്തതല്ലേ, അന്ന് ആ സമരം ചെയ്തതല്ലേ, സർക്കാർ നിലപാടിനെതിരായിട്ട് സമരം ചെയ്ത ആളുകളാണ്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന് ഞങ്ങൾ തിരുത്തി കൊടുക്കും. ഞങ്ങൾക്ക് അതിനകത്ത് സ്റ്റാൻഡുള്ളതല്ലേ, അന്ന് മുതലേ സ്റ്റാൻഡുള്ളതല്ലേ. ഞങ്ങൾ പാർട്ടി യോഗം കൂടി സംസാരിച്ച് UDF യോഗം കൂടി തീരുമാനമെടുത്ത്, അതായത് വിശ്വാസ സംരക്ഷണമാണ്, ആചാരക്രമങ്ങൾ അതാത് സംവിധാനത്തിൽ നിന്ന് തന്നെയാണ് മാറ്റേണ്ടത്. അതൊരു കോടതി ഇടപെടലിലൂടെ മാറ്റേണ്ടതല്ല, ആചാരക്രമമാണ്. എല്ലാ മതങ്ങളിലുണ്ട്, അത് എല്ലാ മതങ്ങളിലുണ്ട്. ആ മതങ്ങളിലുള്ള വിശ്വാസക്രമവും ആചാരക്രമവും എല്ലാം അത് അതുപോലെ തന്നെ പാലിക്കപ്പെടേണ്ടതാണ്. അതാണ് ഞങ്ങളുടെ നിലപാട്. അത് ആചാരക്രമത്തിൻ്റെ ഭാഗമായിട്ട് എടുത്ത നിലപാടാണെന്ന്, വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട്. അത് അവിടുത്തെ വിശ്വാസമാണ്, അവിടുത്തെ ആചാരക്രമമാണ്. അത് നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ലംഘിക്കുന്നത്? താന്ത്രികമായിട്ടും അവർ പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. അല്ല, അത് ആചാരക്രമത്തെ ലംഘിക്കേണ്ട, വിശ്വാസക്രമത്തെ ഇതിപ്പോൾ പുതിയ നിലപാടല്ലല്ലോ എന്നോട് ഇങ്ങനെ ചോദിക്കുക. ഇത് നേരത്തെ നമ്മൾ സമരം ചെയ്തതല്ലേ, UDF സമരം ചെയ്തതല്ലേ, കേരളത്തിൽ UDF-ഉം NSS അടക്കമുള്ള സംഘടനകളും സമരം ചെയ്തതല്ലേ. ഇവരാണ് പറഞ്ഞത് ഇതൊരു നവോത്ഥാന നിലപാടാണെന്ന്. അല്ല, നവോത്ഥാന നിലപാടാണെങ്കിൽ പറഞ്ഞോട്ടെ. അല്ലല്ല, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇതൊരു നവോത്ഥാനമാണ്, ബലം പ്രയോഗിച്ച് നടപ്പാക്കി, ബലം പ്രയോഗിച്ച് സുപ്രീം കോടതി. അല്ല, നവോത്ഥാനം ആണെങ്കിൽ പറഞ്ഞോട്ടെ. പിന്നെ എന്തിനാ മാറ്റി പറഞ്ഞത്? ഇടയ്ക്ക് എന്തിനാ മാറ്റി പറഞ്ഞത്? ഇടയ്ക്ക് മാറ്റി പറഞ്ഞല്ലോ, ഇടയ്ക്ക് മാപ്പ് ചോദിച്ചല്ലോ, ഇടയ്ക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ഈ സംഘടനകളെ വിളിച്ചപ്പോൾ ഞങ്ങളിത് തിരുത്തുമെന്ന് അവരോട് പറഞ്ഞല്ലോ. അതാണ് കള്ളക്കളി കളിക്കണ്ട. അഴകുഴമ്പൻ നിലപാട് വേണ്ട, അഴകുഴമ്പൻ നിലപാട്. അല്ല, ഞങ്ങൾ നേരത്തെ നിലപാട് വ്യക്തമാക്കിയതല്ലേ. അന്ന് ഈ വിഷയം ഉണ്ടായിരുന്ന കാലത്ത് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നിലപാടന്ന് വ്യക്തമല്ലേ. ആചാരക്രമത്തിലും വിശ്വാസക്രമത്തിലും മാറ്റം വരുത്തേണ്ട എന്നാണ് നിലപാട്. അത് കോടതിയെ ബോധ്യപ്പെടുത്തണം, റിവ്യൂ ഹർജിയിൽ ആ നിലപാട് എടുക്കണം എന്ന് ഞങ്ങൾ അതിനു വേണ്ടി സമരം ചെയ്തതല്ലേ. പിന്നെ ഞാനിപ്പോൾ നിലപാട് ഞാൻ വന്നതിന് ശേഷം മാറ്റാൻ പറ്റില്ലല്ലോ. അല്ലല്ല, സർക്കാർ വാശിക്കാണ് ചെയ്ത്, ബലം പ്രയോഗിച്ചാണ് ചെയ്തത്. 2 സ്ത്രീകളെ കൊണ്ടുവന്ന് ഗൂഢാലോചന നടത്തി, പോലീസും ഗവൺമെൻറ്റും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടാണ് അത് ചെയ്തത്. വിശ്വാസികളെല്ലാവരും സമരത്തിലായിരുന്നു ആ സമയത്ത്, അതാണ് ചെയ്തത്. അതിനുശേഷം അന്ന് കടകംപള്ളി സുരേന്ദ്രനെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു പരസ്യമായി, അസംബ്ലി ഇലക്ഷന് മുമ്പ്. തെറ്റുപറ്റിയെന്ന് പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ റെക്കോർഡിൽ കാണുമല്ലോ. തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. നവോത്ഥാന സമിതി ഉണ്ടാക്കിയിട്ട്, നവോത്ഥാന സമിതി അറിയാമല്ലോ ഏത് വഴിക്ക് പോയെന്നറിയാമല്ലോ. നവോത്ഥാന മതിലുണ്ടാക്കി, ഇതൊക്കെ ഉണ്ടാക്കി. അന്ന് ശരിയാണ്, ഒരു നിലപാടുണ്ടായിരുന്നു. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഒരു നിലപാട്. ആ നിലപാട് മാറ്റിയിട്ട് മാപ്പ് പറഞ്ഞു, തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം എന്താ സ്റ്റാൻഡ്? അത് പറയണം. അല്ല, റിവ്യൂ ഹർജി കൊടുത്തിരിക്കുകയല്ലേ, ആ റിവ്യൂ ഹർജിയിലെ സ്റ്റാൻഡാണ്. അതല്ല പറഞ്ഞത് അന്ന്. സുപ്രീം കോടതി വിധി നടപ്പാക്കണം എന്നല്ല പറഞ്ഞത്, അതിൻ്റെ അപ്പുറത്തേക്ക് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, വിപ്ലവകരമായ കാര്യങ്ങൾ പറഞ്ഞു. നവോത്ഥാനം പറഞ്ഞു, നേരത്തെ ചോദിച്ചതുപോലെ സ്ത്രീകളുടെ അവകാശം എന്നൊക്കെ പറഞ്ഞു. ഇതിൽ നിന്ന് പിന്മാറി അസംബ്ലി ഇലക്ഷന് മുമ്പ്. ഇത് പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പാണ് ഈ സ്റ്റാൻഡ്, എക്സ്ട്രീം സ്റ്റാൻഡ്. അതൊരു നിലപാടാണ്. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതൊരു നിലപാടായിരുന്നു. അല്ല, CPM-ൻ്റെ സർക്കാരിൻ്റെ ഒരു നിലപാടായിരുന്നു. ആ നിലപാടിൽ നിന്ന് അസംബ്ലി ഇലക്ഷന് മുമ്പ് പിന്മാറി. ശരിയാണോ? പിന്മാറി, മാപ്പ് പറഞ്ഞ് പിന്മാറി. ഇപ്പം എന്താ സ്റ്റാൻഡ്? ഇപ്പം അഫിഡവിറ്റ്, പഴയ അഫിഡവിറ്റ് അവിടെ കിടക്കുവാണ്. അന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തുകൊണ്ട് MP ഗോവിന്ദനും പിണറായി വിജയനും നിയമമന്ത്രിയും പറയുകയാണ്, ഞങ്ങളുടെ സ്റ്റാൻഡ് അത് തന്നെ, സുപ്രീം കോടതി വിധി നടപ്പാക്കണം, ഞങ്ങൾ നവോത്ഥാന നിലപാടാണ്, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്, ഇതാണ് ഞങ്ങളുടെ നിലപാട്, അതിൽ മാറ്റമില്ല, അഫിഡവിറ്റ് ഞങ്ങൾ മാറ്റി കൊടുക്കില്ല എന്ന് പറയണ്ടേ? ധൈര്യം ഉണ്ടെങ്കിൽ പറയണ്ടേ? അങ്ങനെ നിലപാടുണ്ടെങ്കിൽ പറയണ്ടേ? പറയുന്നില്ലല്ലോ. അതാണ് എൻ്റെ ചോദ്യം. അല്ല, ഒന്ന് പറഞ്ഞാൽ മതി, അത്രയല്ല, ഒന്ന് പറഞ്ഞാൽ മതി. മാറ്റത്തിന് വേണ്ടിയിട്ടാണോ, മാറ്റപ്പെടുന്നതിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കുകൂടി മനസ്സിലാവണ്ടേ?
നമുക്ക് പബ്ലിക് ഉണ്ടല്ലോ, നമ്മളൊക്കെ പബ്ലിക്കല്ലേ, അതിൽപ്പെട്ട ആളുകളല്ലേ, നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ് പാർട്ടിയുടെ സ്റ്റാൻഡെന്ന് പറയണ്ടേ. പാർട്ടിയുടെ സ്റ്റാൻഡ് എന്താണ്, സർക്കാരിൻ്റെ സ്റ്റാൻഡ് എന്താണ്. സർക്കാരിൻ്റെ സ്റ്റാൻഡ് മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സ്റ്റാൻഡ് സെക്രട്ടറിയും പറയാം. രണ്ടും മനസ്സിലാവണം, നമുക്ക് മനസ്സിലാവണ ഭാഷയിൽ പറയണം. കേട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകണം.